അത് സ്വകാര്യ കമ്പനികൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയോ ദുരുപയോഗം ചെയ്യപ്പെടുക എന്നത് വളരെ പ്രധാനപ്പെട്ട കുറ്റമാണ്. സർക്കാർ തന്നെ സ്വകാര്യ വിവരങ്ങൾ കൈമാറ്റം ചെയ്തു എന്ന വളരെ പ്രധാനപ്പെട്ട വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്താണ്. കോടതിയുടെ പരിഗണനയ്ക്കും കോടതിയുടെ രൂക്ഷമായ വിമർശനത്തിനുമൊക്കെ ഇടയായതാണ്. ഇപ്പോഴത്തെ ഈ ഡേറ്റാ ചോർച്ചയിൽ പുതിയ രേഖകൾ പുറത്തുവിടുകയാണ് രമേശ് ചെന്നിത്തല. അതീവ രഹസ്യ സ്വഭാവമുള്ള വ്യക്തിഗത വിവരങ്ങൾ ചോർത്തി തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഉപയോഗിക്കുന്നു എന്നാണ് ആരോപണം. കേരളത്തിൽ നടന്ന സർക്കാർ സ്പോൺസേഡ് ഡേറ്റ കൊള്ളയാണ് എന്നാണ് രമേശ് ചെന്നിത്തല ആരോപണം. സ്ത്രീകളുടെ അടക്കം വിവരങ്ങൾ ചോർന്നിട്ടുണ്ട്. സ്വകാര്യ ഏജൻസി എംപാനൽ ചെയ്യാൻ നിർദ്ദേശിച്ചുള്ള കത്ത് അദ്ദേഹം പുറത്തുവിട്ടു. ആദ്യം ആ പ്രതികരണം. സാധാരണ പാവപ്പെട്ട സ്ത്രീകൾ അടക്കമുള്ളവരുടെ വ്യക്തിഗത വിവരങ്ങൾ ചോർത്തി യാതൊരു മുൻകരുതലുമില്ലാതെ സ്വകാര്യ ഏജൻസിക്ക് കൈമാറി തെരഞ്ഞെടുപ്പ് ആവശ്യങ്ങൾക്ക് വേണ്ടി ദുരുപയോഗം ചെയ്യുന്ന നഗ്നമായ ഡേറ്റ ലംഘനം, ഡേറ്റ മോഷണം ഇവിടെ നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. 11/2/2026 ഇറക്കിയ ഒരു ഉത്തരവാണ്. ഇതിൻ്റെ IT വകുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കാനെന്ന പേരിൽ 10ഓളം സ്വകാര്യ ഏജൻസികളെ എംപാനൽ ചെയ്യുന്നതിനായി ഈ OSTയുടെ പേരിൽ സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന് ഏതാനും ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കെ ഈ സ്വകാര്യ ഏജൻസികളെ എന്തിനാണ് എംപാനൽ ചെയ്യുന്നത് എന്ന് ഗവൺമെന്റ് വ്യക്തമാക്കണം. ബിനിൽ വിവരങ്ങളുമായി നോക്കൊപ്പം കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. ബിനിൽ, ഇപ്പോൾ സിനിമാ ഡയലോഗ് പറഞ്ഞാൽ പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ ഡേറ്റാ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഏറ്റവും കർശന സ്വഭാവമുള്ള നിലപാട് നേരത്തെ തന്നെ എടുത്തിട്ടുള്ളത് CPM ആണ്, ഇടത് പാർട്ടികളാണ് എന്ന് പറയും. ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേണ്ടി ഒരു സ്വകാര്യ കമ്പനി എംപാനൽ ചെയ്യുന്നു, ഈ ഡേറ്റയാകെ ചോർത്തുന്നു, ഡേറ്റയാകെ എടുക്കുന്നു, മറ്റൊരു ആവശ്യമെന്ന ഔദ്യോഗിക സ്വഭാവത്തിലുള്ള കത്തുണ്ടാക്കുന്നു. ഇപ്പോൾ പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നെന്ന് ഈ ഇപ്പോൾ പുറത്തു വരുന്ന ഈ കത്തുൾപ്പെടെ അതേ തരത്തിൽ വേണം കാണാൻ. രതീഷ്, നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ രമേശ് ചെന്നിത്തല പുറത്തുവിട്ട 2 കത്തുകൾ, അത് ഇന്ന് ഹൈക്കോടതി കേസ് പരിഗണിക്കാനിരിക്കെ ആ ഹൈക്കോടതിയിലേക്ക് ഹർജിക്കാർ എത്തിക്കുന്ന കത്താണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി പുറപ്പെടുവിച്ചിരിക്കുന്ന 2 കത്തുകൾ ഇന്ന് ഹാജരാക്കുമെന്നവർ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ രമേശ് ചെന്നിത്തല പുറത്തുവിട്ടിരിക്കുന്ന കത്തുകൂടി ഹൈക്കോടതിയുടെ നിയമ പരിശോധനയിലേക്ക് വരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സർക്കാർ ഇന്നാണ് നിലപാട് വ്യക്തമാക്കേണ്ടത്. സർക്കാരിന്റെ സത്യവാങ്മൂലം തയ്യാറാകുന്നു എന്നതാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. ഏറ്റവും അടുത്ത സമയം തന്നെ ആ സത്യവാങ്മൂലം ഹൈക്കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്യും. ആ സത്യവാങ്മൂലത്തിൽ ഇനി എന്താണ് സർക്കാരിന് പറയാനുള്ളത്? കഴിഞ്ഞ തവണ ഈ കേസുമായി ബന്ധപ്പെട്ട പ്രാഥമിക വാദം നടന്നപ്പോൾ സർക്കാർ എടുത്ത നിലപാട് എന്നത് ഒരു ഡാറ്റ പ്രിൻസിപ്പൽ എന്നൊരു പോസ്റ്റുണ്ട്. അവരാണ് ഓരോ ഡാറ്റകളും കൈകാര്യം ചെയ്യുന്നത്. മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിയുടെ ഓഫീസോ ഈ വിവരങ്ങളൊന്നും തന്നെ അവരിൽ നിന്ന് ശേഖരിച്ചിട്ടില്ല. അവർക്ക് ഈ കൃത്യമായി ജീവനക്കാർക്ക്, സർക്കാർ ജീവനക്കാർ, സർക്കാരിന്റെ ഗുണഭോക്താക്കൾ, അവർക്ക് സർക്കാരിൻ്റെതായ ചില സന്ദേശങ്ങൾ അയക്കാൻ വേണ്ടി അക്കാര്യങ്ങൾ അവർക്ക് കൈമാറുകയാണ് ചെയ്തത് എന്നതാണ് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ സർക്കാർ വിശദീകരിച്ചിരിക്കുന്നത്. ആ വാദങ്ങൾ തന്നെയാണോ ഇന്ന് ഹൈക്കോടതിയിൽ പറയാൻ പോകുന്നത്? അതിനപ്പുറത്ത് മറ്റെന്തെങ്കിലും സർക്കാരിന് പറയാനുണ്ടോ എന്നത് ഏറ്റവും പ്രസക്തമാണ്. ഇപ്പോൾ ഈ ഡാറ്റ എന്നത് വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. കാരണം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്, പ്രഥമ ദൃഷ്ട്യാ ഇതിൽ വ്യക്തി വിവരങ്ങളുടെ ചോർച്ച സംശയിക്കേണ്ടിയിരിക്കുന്നു. സർക്കാർ ജീവനക്കാർക്ക് മെസ്സേജ് അയച്ചതിലാണ് കോടതി അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഈ പുതിയ വിവരങ്ങൾ കൂടി വരുമ്പോൾ കോടതി അതിനെ എങ്ങനെ കണക്കിലെടുക്കുന്നു എന്നത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. കോടതി വിഷയത്തെ എങ്ങനെ ഗൗരവതരമായി ഇപ്പോൾ സ്പ്രിംഗ്ലർ കേസ്, അതിൽ സർക്കാരിന് ആശ്വാസം എന്ന ആദ്യഘട്ടത്തിലൊക്കെ നമ്മൾ പറഞ്ഞുവെങ്കിലും കോടതി പക്ഷേ ആ വിഷയത്തിൽ ആരും കുറ്റക്കാരല്ല എന്ന നിലയിലേക്ക് ഒരു നിലപാട് സ്വീകരിച്ചപ്പോഴും ഈ വിവരങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്നു, വിവരങ്ങൾ പരസ്യപ്പെടുന്നു, ഡാറ്റ ചോരുന്നു, അക്കാര്യത്തിലൊക്കെ ഗൗരവ സ്വഭാവമുള്ള നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ രമേശ് ചെന്നിത്തല പുറത്തുവിട്ടിരിക്കുന്ന ഈ കത്ത് എംപാനൽ ചെയ്യാൻ നിർദ്ദേശിക്കുന്ന കത്ത്, ഒരു സ്വകാര്യ ഏജൻസിയെ നിർദ്ദേശിക്കുന്ന കത്ത്, ആ കത്തിന്റെ ഒരു സ്വഭാവം എന്താണ്? ആ കത്ത് ഈ പ്രക്രിയയിൽ ഏത് ഘട്ടത്തിലാണ് വരുന്നത്? രതീഷ്, ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് വെച്ചാൽ ഈ സമീപ ദിവസങ്ങളിൽ, അതായത് ഈ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ സർക്കാരിനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അത് ജനങ്ങളിലേക്ക് എത്തിക്കാനായി സർക്കാരിന്റെ കൈവശമുള്ള സാധാരണക്കാരുടെ വിവരങ്ങൾ ഇതിൽ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് എന്ന ആരോപണമാണ് രമേശ് ചെന്നിത്തല ഉന്നയിച്ചിരിക്കുന്നത്. അതായത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സർക്കാരിന്റെ കൈവശമുള്ള ഡാറ്റ, അത് സർക്കാരിന് ആ ഡാറ്റകൾ കൈമാറുമ്പോൾ ആ ഓരോ വ്യക്തികളും
എന്തിനു വേണ്ടിയാണ് അത് കൈമാറിയിരിക്കുന്നത് എന്നത് സർക്കാരും നമ്മളും തമ്മിലുള്ള ഒരു ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അത് മറ്റൊരു ആവശ്യത്തിന് ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് എന്റെയും രതീഷിന്റെയും സ്വകാര്യതയിലേക്കുള്ള ഒരു കടന്നുകയറ്റം കൂടിയാണ്. അതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. ആ ഒരു ആരോപണമാണ് രമേശ് ചെന്നിത്തല ഉന്നയിച്ചിരിക്കുന്നത്. അതായത് സർക്കാരിന്റെ മുന്നിൽ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വിവരങ്ങൾ കൈമാറിയിട്ടുള്ള ആൾക്കാർ, മറ്റ് തരത്തിൽ വിവരങ്ങൾ കൈമാറിയിട്ടുള്ള ആൾക്കാർ, അവരുടെയൊക്കെ തന്നെ വ്യക്തി വിവരങ്ങൾ, ഫോൺ നമ്പറുകൾ, അതെല്ലാം സ്വകാര്യ ഏജൻസിയിലേക്ക് പോകുന്നു. ഒരു താൽക്കാലിക ജീവനക്കാരൻ അത് കൈമാറാൻ നിർദ്ദേശിക്കുന്നു. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. അങ്ങനെ കൈമാറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഒരു സ്വകാര്യ സംവിധാനത്തിന്റെ കയ്യിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് സർക്കാർ മറുപടി പറയേണ്ട വിഷയമാണ്. പക്ഷേ പോയിട്ടുണ്ടോ ഇല്ലയോ എന്നത് ഇപ്പോഴും വ്യക്തമുള്ള കാര്യമല്ല. അക്കാര്യത്തിൽ കൃത്യത വരുത്തേണ്ടത് എന്തായാലും ഈ കത്തുകൾ പരിശോധിച്ച ശേഷം കോടതിയാണ്. ഇതിൽ ഏത് തരത്തിലുള്ള ഒരു അന്വേഷണത്തിലേക്ക് കോടതി പോകുമെന്നത് ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യമാണ്. കാരണം കഴിഞ്ഞ ദിവസം ഈ കേസ് പരിഗണിച്ചപ്പോൾ തന്നെ വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്, ഇവിടെ സ്വകാര്യതയുടെ ലംഘനം, വ്യക്തി വിവരങ്ങൾ പുറത്തു പോയിട്ടുണ്ട് എങ്കിൽ അത് ഗുരുതരമായി തന്നെ ഗൗരവ സ്വഭാവത്തിൽ തന്നെ കാണുമെന്ന് ഹൈക്കോടതി മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതാണ്.